ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. അമാന ഫാമിലിയിലേക്ക് സാറിന് പ്രത്യേകിച്ച് വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല ഓൾറെഡി അമാനയുടെ മെമ്പറാണ്. മെമ്പറാണ്. സാർ എങ്ങനെയാണ് ഹൈ റൈഡറിലേക്ക് എത്തിയത്? ഞാൻ മെയിൻ കാരണം എനിക്ക് ഹൈബ്രിഡ് എന്നുള്ള ടയോട്ടന്റെ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഹൈ റൈഡർ വണ്ടി എടുക്കാൻ കാരണം. ഒറ്റ സ്ട്രെച്ചിൽ സാർ 25,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തല്ലോ. അതെ. അപ്പോൾ സാറിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് എനിക്ക് ബാഡായിട്ട് ഒരു സംഗതി വന്നിട്ടില്ല. ആ ഒറ്റ കാരണം തന്നെ എനിക്ക് പക്ക കംഫർട്ടായിരുന്നു. മൈലേജിന്റെ കാര്യങ്ങളാണെങ്കിലും വണ്ടി സ്കിഡ് ആവുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഓഫ് റോഡ് റൂട്ടിലൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് പോലും എനിക്ക് ബാഡായിട്ടുള്ളൊരു വന്നിട്ടില്ല. അതുകൊണ്ട് 100% എൻ്റെ ഈ യാത്ര വിജയിപ്പിച്ച് ഈ ടയോട്ട ഹൈ റൈഡർ എന്നാണ്. സർ, ഹൈ റൈഡർ എന്നുള്ള ഒരു വെഹിക്കിൾ സാർ ഇത്രയും ട്രാവൽ ചെയ്തല്ലോ. അതെ. അതിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഫീച്ചർ ആയിട്ടുള്ളത്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ, ഹൈബ്രിഡ് എന്നുള്ള ഉദ്ദേശത്തിൽ എനിക്ക് ഉദ്ദേശം എന്റെ യാത്ര വിജയിപ്പിക്കാൻ മൈലേജ്, എന്റെ ബഡ്ജറ്റ് എല്ലാം എനിക്ക് അതിൽ ഒതുങ്ങി കിട്ടി. ചെറിയൊരു ബഡ്ജറ്റിൽ പോയി വരാൻ പറ്റി. ഈ ലോങ് ജേർണിയിൽ സർ ടൊയോട്ടയുടെ സൈഡിൽ നിന്നുള്ള സർവീസിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ടൊയോട്ടന്റെ ഞാൻ 3 തവണയാണ് സർവീസ് ചെയ്യേണ്ടി വന്നത്. ഒന്ന് ഹൈദരാബാദ്, ഒന്ന് ചില്ലിഗുഡി, ഒന്നിപ്പം ബോംബെ പനവേലിൽ നിന്ന്. എനിക്ക് സർവീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ വണ്ടി റിലീസും ചെയ്തു തന്നു. സർ വെഹിക്കിൾ എന്തൊക്കെ മോഡിഫിക്കേഷൻ ആയിരുന്നു? കൂടുതലൊന്നും ചെയ്തിട്ടില്ല. ചെറിയ നമുക്ക് യാത്രയിൽ വേണ്ട ബെഡ്, കിച്ചന്, വാട്ടർ ടാങ്ക് 3 സംഗതിയെ ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു വാട്ടർ ടാങ്ക് ആണ്. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് തന്നെ ചെയ്തതാണ്. 31 ലിറ്റർ അതിൽ സ്പേസ് ഉണ്ട്. കിച്ചനാണ്. സ്പേസിൽ ഫുഡ് ഉണ്ടാക്കി സാവധാനം കഴിച്ച് യാത്ര ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമ്മളെ ബെഡ്, നമ്മളൊരു വീട്, 6 മാസത്തെ ഒരു വീട് എന്ന് തന്നെ പറയാം. ട്രാവലിംഗിൽ അമാന ടൊയോട്ട സാറിനോടൊപ്പം തന്നെ ഉണ്ടാവണം. 100% ഞാൻ അത് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ.